സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വളരെ ആകസ്മികമായിട്ടാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്. എം ടി സാറിൻ്റെ നോവലുകൾ നാലുകെട്ടും കാലവും രണ്ടാമതും ഒക്കെ വായിച്ചിരുന്ന കാലം, അദ്ദേഹത്തിൻ്റെ സിനിമകൾ നിരന്തരമായി കണ്ടിരുന്ന കാലം. വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു നഷ്ടമുണ്ടായിട്ടുണ്ട്. എം ടി സാറിൻ്റെ ഒരു സിനിമയിൽ ഒരു നല്ലൊരു വേഷം എം ടി സാറിൻ്റെ വീട്ടിൽ പോയി കണ്ടു. കെ എസ് സാറ് സംവിധാനം ചെയ്തൊരു സിനിമയായിരുന്നു വേനൽ കിനാവുകൾ. ആ സിനിമയിൽ എന്നെ സെലക്ട് ചെയ്തതാണ്. പിന്നീട് എന്തോ നിർഭാഗ്യവശാൽ എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റാതെ പോയി. വലിയൊരു സങ്കടമായിരുന്നു. പിന്നെ എം ടി സാറിൻ്റെ ഒരു തിരക്കഥയിലേക്ക് അഭിനയിക്കാൻ ഭാഗ്യമുണ്ടാവും എന്നൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പോഴാണ് യോളോയിലും പ്രിയൻ സാറ് സംവിധാനം ചെയ്തു. അതിലെനിക്കും ഒരു വേഷമുണ്ട് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. സുധീർ അമ്പലപ്പാടാണ് എന്നെ വിളിച്ച് ഈ കാര്യം പറയുന്നത്. പിന്നെ ലൊക്കേഷനിൽ ചേരുന്നു, അശ്വതിയെ പരിചയപ്പെടുന്നു. വളരെ മനോഹരമായിട്ട് ആ ഗ്രൂപ്പിനോട് കൂടി എന്നെ എത്തിച്ച ഉത്തരവാദിത്വം ഭംഗിയായിട്ട് ചെയ്തു തീർത്തിട്ടുണ്ട്. പ്രിയൻ സാറ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മറിമായ ടീമിനെ എല്ലാവരെയും പ്രിയൻ സാറിന് ഒരുപാട് ഇഷ്ടമാണ്. പലരെയും ഈ സിനിമയിലേക്ക് വിളിച്ച് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. മറിമായത്തിലെ മണികണ്ഠനും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് എന്തായാലും പ്രിയൻ സാറിൻ്റെ ഒരു ഗ്രൂപ്പിൽ വരാനും ആ ഒരു സിനിമയിൽ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പിന്നെ ഓളോട് തീരും ഫസ്റ്റ് വന്ന ടൈമില് കാണാൻ ഭാഗ്യം കിട്ടിയതാണ്. ആ സിനിമയിൽ പിന്നെ ഈ കാലത്ത് അഭിനയിക്കാനുള്ള അവസരം കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം.